ഹിജാബ് നിയമത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഇറാൻ. ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ച ടെഹ്റാൻ യുവതിയുടെ പുറം അടിച്ചുപൊട്ടിച്ചു. ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ക്രൂരമായ ശിക്ഷ അനുഭവിച്ച ഒരു യുവതിയുടെ വീഡിയോയും ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. യുവതിയുടെ ശരീരത്തിന്റെ പിറകിലും മുകൾ ഭാഗത്ത് തോളുകൾ, കാലിന്റെ മുകൾ ഭാഗം എന്നിവിടങ്ങളിൽ അടിച്ചതിന്റെ പാടുകൾ കാണാം. ഇറാനിയൻ പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ മസിഹ് അലിനെഷാദ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ യുവതിയുടെ വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു. ക്രൂരമായ ലാത്തിചാർജിന്റെ ദൃശ്യങ്ങളിൽ സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്നെഴുതിയ ബോർഡും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇവർ പറഞ്ഞതനുസരിച്ച് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചാൽ നിരവധി മാസങ്ങൾ നീണ്ട കോടതി വാദങ്ങൾക്ക് ശേഷം 74 ചാട്ടവാർ അടികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു. തനിക്ക് ചാട്ട അടികൾ കൊണ്ട് കിട്ടിയതാണ് ഈ ഗുരുതര പരിക്കുകളെന്ന് യുവതി വീഡിയോയിൽ പറയുന്നു. ഹിജാബ് ധരിക്കാത്തതിനാൽ താൻ മാപ്പ് പറയില്ലെന്നും ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തടവുകാരായി ജീവിക്കുന്നതിൽ തളർന്നിരിക്കുന്നു എന്നും യുവതി പറയുന്നുണ്ട്. ഹിജാബ് ബിൽ നടപ്പിലാക്കാൻ ഭരണകൂടം തയ്യാറെടുക്കുമ്പോൾ ഓർക്കുക, ഇറാനിലെ ലിംഗവിവേചനം വ്യവസ്ഥാപരമായ അടിമത്തമാണെന്ന് മാധ്യമപ്രവർത്തകനും പറഞ്ഞു. ഹിജാബ് നിയമം നിർബന്ധമാക്കിയതിനെതിരെ ഇറാനിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിച്ചത്. മഹ്സ അമിനിയുടെ 2022 പോലീസിന്റെ കസ്റ്റഡിയിൽ നടന്ന മരണവും അതിനു പിന്നാലെയുള്ള സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം പ്രക്ഷോഭവുമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് കാരണം. പിന്നീട് 16 വയസ്സുകാരിയായ അറസു ഖവാരിയുടെ ആത്മഹത്യയും മറ്റൊരു വിവാദമായി മാറിയിരുന്നു. ഡാൻസിങ്ങിനിടെ ഹിജാബ് ധരിക്കാത്ത വീഡിയോ പുറത്തുവിടുമെന്ന് സ്കൂൾ ഭീഷണിക്ക് ഇരയായാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. സ്ത്രീകൾ ഹിജാബ് ധരിക്കാതിരിക്കുന്നത് ഒരു രോഗം തന്നെയാണെന്ന് ഇറാൻ പറയുകയായിരുന്നു. ഇത്തരം സ്ത്രീകളെ ഹിജാബ് ധരിക്കാൻ പ്രേരിപ്പിക്കുന്നതിനായി ഇറാൻ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നുണ്ട്. സ്ത്രീ കുടുംബക്ഷേമ മന്ത്രാലയ മേധാവി മെഹ്രി തലേബി ദരേസ്നാനിയാണ് ഹിജാബ് ഊരിമാറ്റുന്ന സ്ത്രീകളെ ചികിത്സിക്കാൻ ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യാമ്പസിൽ ഹിജാബ് അഴിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ ഈ ഒരു പുതിയ പ്രഖ്യാപനം ഉണ്ടായത്. ഹിജാബ് ധരിക്കാത്തതിന് സെക്യൂരിറ്റി ഗാർഡുകൾ മർദ്ദിച്ചതിനെ തുടർന്നായിരുന്നു പെൺകുട്ടി സർവകലാശാല ക്യാമ്പസിൽ വസ്ത്രമഴിച്ച് പ്രതിഷേധിച്ചത്. ഇറാന്റെ പുതിയ നീക്കത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഹിജാബ് ധരിക്കാത്തവരെല്ലാം മനോരോഗികളും തെറ്റുകാരുമാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള നീക്കമാണ് നടന്നു വന്നിരിക്കുന്നത്. ചികിത്സയ്ക്കായല്ല, ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ ജയിലിലടയ്ക്കാനുള്ള കേന്ദ്രമായാകും ഇത് പ്രവർത്തിക്കുകയെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ വിമർശിക്കുന്നുണ്ട്. പ്രതിഷേധക്കാരെ മാനസിക രോഗികളാക്കി മുദ്രകുത്തി പീഡിപ്പിക്കുകയും നിർബന്ധിതമായി ചികിത്സിക്കുകയും ചെയ്യുന്ന ഇറാന്റെ നടപടിക്കെതിരെ നിരവധി സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്.